ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് ചുമയൊക്കെ ഉണ്ട് കേട്ടോ. കാലാവസ്ഥയൊന്നും അത്ര ശരിയില്ല. ഇപ്പം എല്ലാവരും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണം. എന്തായാലും ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചീര തോരനാണ്. നമ്മുടെ മുറ്റത്തുണ്ടായതാണ്. ഇതിനു മുമ്പ് എല്ലാ വർഷവും നമുക്ക് ചീര ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളെ പറമ്പിൽ തന്നെ കാണുമ്പം അതിൽ വിഷമൊന്നും ഇല്ലാത്തതാണ്. അതിൽ കറി വെച്ച് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇന്ന് ലീവുള്ള ദിവസമായപ്പം ഞാൻ ഓർക്കുന്നപ്പോൾ ചീരയൊക്കെ പറിച്ച് അങ്ങോട്ട് തോരൻ വെക്കാണ്. ചിലതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ നല്ല ചീരയൊക്കെ നോക്കി കട്ട് ചെയ്തെടുത്തു. നല്ലോണം പൊടിയൊക്കെ ഉണ്ടാകും. അതുപോലെ നല്ലോണം സൂക്ഷിക്കണം. ചെറിയ ജീവികളോ പുഴുവോ എന്തെങ്കിലും മാറാമ്പലോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ നല്ല വൃത്തിക്ക് കഴുകി കുറച്ച് നേരം ആ വെള്ളം പോകാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നത് നല്ലത്. ഇത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും കുറേ ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഇത് വെച്ച് വരുമ്പം കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആൾ കൂടുതലുള്ള വീടാണെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് വളർത്തിയത് അരിഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതൊന്നും കേടൊന്നും വരാതെ അത് വളർന്ന് പാകമായി നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അത് ചീരാന്നല്ല എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അരിഞ്ഞ് വെച്ച ചീര ഞാനൊരു കണ്ടെയ്നറിൽ വെച്ചു. പിന്നെ ആവശ്യമായത് തേങ്ങ ചിരകിയത്, ചെറുജീരകം, കാന്താരി, പച്ചമുളക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചീനച്ചട്ടി നമുക്ക് വെച്ചെടുക്കാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. അതുപോലെ വളരെ രുചിയുള്ളതുമാണ്. ചട്ടി ചൂടായി വരുമ്പം തന്നെ വെള്ളം ഒന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിക്കൊണ്ട് വരുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. അതിന് ശേഷം അരപ്പും ഇലയൊക്കെ കൂടെ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതിയാകും. അരപ്പും ഇലയും നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. യോജിപ്പിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കുമ്പോൾ വേറെ ഒന്നിനല്ല, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബാക്കിയും കൂടെ വറ്റിപ്പോകും. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിൽ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം മാത്രമാണത്. കുറച്ചും കൂടി ഒന്ന് വറ്റാറുണ്ട്. അപ്പം നമുക്ക് വയ്ക്കുന്നത് ഇങ്ങനെ വെക്കുന്നതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാം കൂടി യോജിപ്പിച്ചൊന്ന് ടൈറ്റാക്കിയിട്ട് വെച്ചിട്ട് അടച്ച് വെക്കും. ഇനി നമുക്ക് പതിയെ ഒന്ന് അടുപ്പ് തുറന്ന് നോക്കാം. കറി എന്തായെന്നറിയാതെ വായന ഇളക്കി നോക്കണം. വെള്ളം ഒന്നും ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കറി എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. കൂടുതലും ചീരയൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വളർത്താൻ ശ്രമിക്കണം. വളരെ കാൽഷ്യവും അയണൊക്കെ ലഭ്യമായിട്ടുള്ള നല്ലൊരു പച്ചക്കറിയാണ് ചീര. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ബൈ.